മലയാള സിനിമയിലെ കൂടുതൽ നടന്മാർക്കെതിരെ പീഡാനുഭവങ്ങൾ തുറന്നു പറഞ്ഞ നടിമാർ രംഗത്ത്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് നടി മിനു മുനീർ 24നോട് പറഞ്ഞു. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും മിനു മുനീർ വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊട്ടക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് 2009 ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഞാൻ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്കുണ്ടായത്. ആദ്യത്തെ ആൾ ജയസൂര്യ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ ദേ എങ്ങോട്ട് നോക്കിയെന്ന സിനിമയായിരുന്നു. അതിനകത്ത് ചീഫ് സെക്രട്ടറി റോളായിരുന്നു. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിൽ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ജയസൂര്യ പുറകിൽ നിന്ന് വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു പുറകിൽ നിന്ന്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ലിപ്സിലും കിസ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പുള്ളിനെ പിടിച്ച് തന്നിട്ട് ഓടി. ഞാൻ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി ഓടിപ്പോയപ്പോൾ ജയസൂര്യ പുറകെ ഓടി വന്നിട്ട് പറഞ്ഞു, മിനു ഞാനൊരു കാര്യം പറഞ്ഞാൽ എസ് ഓർണോ എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു. അത് ഉണ്ടെങ്കിൽ വരും, മിനുവിന് അതിൻ്റെ നല്ല നേട്ടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നോ, ഉണ്ടായിട്ടുണ്ട്. കാരണം കലണ്ടർ എന്ന സിനിമയിൽ വെച്ചാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ചും അദ്ദേഹം എന്നോട് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൊക്കെ തുറന്ന് എന്നോട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലാതെ റൂമിലൊന്നുമല്ല, സെറ്റിലിരിക്കുമ്പോഴാണ്. ഈ അമ്മയിൽ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തന്നില്ല. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കുകയാണോ അമ്മയിൽ? ഞാനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കത്തില്ല, നിനക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? നാടകമേളകം എന്ന സിനിമയിൽ വന്നപ്പം ഞാൻ ഈ പുള്ളിക്കാരന് മുഖം കൊടുത്തില്ല, കാരണം ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ റൂമിൽ ഒന്ന് കൊട്ടി. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ എന്നോട് പെട്ടെന്ന് അകത്തോട്ട് കയറി പറഞ്ഞു, എന്താ ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് എന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് വളരെ ബുദ്ധിമുട്ടായി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എടേ എന്തിനാണ് സിനിമയെ കുറിച്ചൊക്കെ തനിക്ക് അറിയത്തില്ലേ? അപ്പോൾ അതിനെ കുറിച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ എന്താ അങ്ങനെ പുള്ളിക്കാരൻ കൊണ്ട് പുള്ളി അവിടെ വെച്ചാൽ ഇങ്ങനെ കയറി കെട്ടിപ്പിടിച്ചു. ഈ മണിയമ്പിള്ള രാജു എന്നുള്ള പേര് കൂടി ആ പോസ്റ്റിലുണ്ട്. ആഷിഖ് കപൂറിന്റെ സെറ്റിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ ആഷിഖിനോട് ഇത് പറഞ്ഞിരുന്നു? ഇല്ല, എനിക്ക് ഒന്നാമതായിട്ട് ഈ ആഷിഖ് കപൂർ സാർ എല്ലാവരും ക്രൗഡഡ് ആണല്ലോ. നമ്മൾ അത് എങ്ങനെ എല്ലാവരുടെ മുമ്പ് പല പല ആൾക്കാരുകളാണല്ലോ. അപ്പോൾ അവിടെ എനിക്കൊന്ന് തനിയെ എവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു വർഷം പോയി പറഞ്ഞായിരുന്നേ. ഇതെല്ലാവരും കൂട്ടമായിട്ടാണ് നമ്മൾ സെറ്റിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗായത്രി, എൻ്റെ കൂടെ അഭിനയിച്ച ഗായത്രിയാണ്, ഗായത്രി എടുത്ത് ഷെയർ ചെയ്തായിരുന്നു. ഇനി മെമ്പർഷിപ്പ് എടുക്കുന്ന ഘട്ടത്തിലാണോ ഇടവേള ബാബുവിന്റെ ഭാഗത്തുനിന്ന്? അതെ അമ്മയുടെ കാര്യം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത്, ഞാൻ കാശ് വേണ്ട, ഇതിന് കാശ് വേണ്ട, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അല്ലാതെ തന്നെ മിനു എൻ്റെ കൂടെ നിൽക്ക്, അപ്പം മിനുവിന് പലതും മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ 6 സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ അംഗത്വം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മിനു എനിക്ക് ഫോമിൽ വന്ന് ഒപ്പിട്ടതാ, അത് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇന്ന് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 50,000 പുള്ളിക്കാരൻ പറഞ്ഞത് അന്ന് അതായിട്ട്. അപ്പം ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അന്ന് 10,000 അങ്ങനെ ഞാൻ അത് കൊടുക്കുകയും ചെയ്തു അഡ്വാൻസ് ആയിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ കുനിഞ്ഞ് ഞാനിങ്ങനെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി പുറകിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയും കഴുത്തിൽ ഇവിടെ കണ്ടോ ഈ ഭാഗത്തോട്ടങ്ങാണ്ട് ഉമ്മ വയ്ക്കുകയും ചെയ്തത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, സത്യം പറഞ്ഞ ഞെട്ടൽ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലേ? ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മിനുവിന് 1.5 പതിറ്റാണ്ട് മുൻപ് നടന്നു ഒരു സംഭവം, അതിനുശേഷം പിന്നീട് മറ്റു നടന്മാർ, പ്രമുഖരാണ് ഇവരെല്ലാവരും തന്നെ എന്നുള്ളതാണ്. എന്താണ് ഇതിൽ ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ മിനു? ഏത് രീതിയിലാണ് പോകുന്നത്? സ്മിത, ഈ ആരോപണം ഉന്നയിച്ച 4 നടന്മാർക്കെതിരെയും സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ പരാതി നൽകുമെന്നാണ് മിന്നു വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ആരോപണമോ വെളിപ്പെടുത്തലോ മാത്രമായി നിലനിർത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ 4 നടന്മാർക്ക് പുറമെ 2 അണിയറ പ്രവർത്തകർ മിന്നുവിനോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അവർ തനിക്കയച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ അടക്കമുണ്ട്. അതെല്ലാം ഒരുമിച്ചായിരിക്കും പരാതി നൽകുക എന്നാണ് മിന്നു വ്യക്തമാക്കുന്നത്. ഈ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ആരോപണങ്ങളെല്ലാം എന്ന് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകും. ഈ സംഭവം നടന്ന സ്ഥലം, അതോടൊപ്പം തന്നെ സമയം, ഏത് നടനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ ആകെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണവും. ഈ നടൻ
ഇടവേള ബാബു അമ്മയിൽ മെമ്പർഷിപ്പ് വാഗ്ദാനം ചെയ്താണ് തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് മിന്നുവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പേര് നടൻ ജയസൂര്യയുടേതാണ്. നടൻ ജയസൂര്യ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയുന്ന സിനിമാ സെറ്റിൽ വെച്ച് തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. ഇക്കാര്യം താൻ ജഗതി ശ്രീകുമാറിനോട് പറയാൻ പോകുന്ന ഘട്ടത്തിൽ ജയസൂര്യ തന്റെ അടുത്ത് വരികയും തന്നോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാതിരുന്നത്. മുകേഷ് ആണെങ്കിൽ തന്നെ കാണുമ്പോൾ എല്ലാം ലൈംഗിക ചൂയോടെ സംസാരിക്കുമായിരുന്നു. ഒടുവിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് താൻ താമസിക്കുന്ന മുറിക്കുള്ളിലേക്ക് മുകേഷ് കടന്നു വരികയും തന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആണ് താൻ ഒടുവിൽ രക്ഷപ്പെട്ടതെന്ന് മുകേഷുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ അവർ പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് മുകേഷിനെതിരെ പൊളിറ്റിക്കലി ആരോപണം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യവും നിലവില്ല. താൻ സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ആളാണ്. തനിക്ക് നേരിട്ട ദുരനുഭവം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തണം എന്ന് തനിക്ക് തന്നെ മനസാക്ഷിയോട് മനസാക്ഷിയോട് കൂടുള്ളത് കൊണ്ട് മാത്രമാണ് താൻ ഇക്കാര്യം പറയുന്നത്. സിനിമയിലേക്ക് കൂടുതൽ സ്ത്രീകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. അവരെല്ലാം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഒരു മടിയും കൂടാതെ ഇത്തരം സാഹചര്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ തയ്യാറാകണം. അതിന് ഒരു മുതൽക്കൂട്ടാകട്ടെ തന്റെ ഈ പ്രതികരണം എന്നാണ് അവർ വ്യക്തമാക്കിയത്. അവർ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പരാതി നൽകും എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഘട്ടം വരെ ഉറച്ചു നിൽക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് ഈ പോസ്റ്റ് ഇട്ട ശേഷം ഇതുവരെ അവരെ ആരും വിളിച്ചിട്ടില്ല. പോലീസിൽ നിന്നും ആരും വിളിച്ചിട്ടില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നും മിന്നു വ്യക്തമാക്കുന്നുണ്ട്. തന്റെ കരിയർ ഉൾപ്പെടെ നശിപ്പിച്ചത് ഈ ലൈംഗിക അതിക്രമങ്ങളാണ്. താൻ സിനിമയിൽ വലിയ മോഹങ്ങളുമായി എത്തിയ ആളാണ്. പക്ഷെ തുടരെയുള്ള ഇത്തരം ഈ ലൈംഗിക അതിക്രമങ്ങൾ തന്നെ മാനസികമായി തളർത്തി. അതുകൊണ്ടാണ് സിനിമയോട് പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ശരി വിഷ്ണു, ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അതിനുശേഷം പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും മിന്നു വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.